ഇനി മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അനുച്ഛേദം 47. അപ്പോൾ മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 47. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 48. അപ്പോൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4 എന്തിനെക്കുറിച്ചാണ്? ഗോവധ നിരോധനത്തിനെ കുറിച്ച്. അപ്പോൾ ഭാഗം 4 അനുച്ഛേദം 48 ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഇനി ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 48A. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കുവാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? നിർദ്ദേശക തത്വങ്ങൾ എങ്ങനെയാണ് കോടതി വിധി വഴി സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നേരത്തെ പറഞ്ഞല്ലോ, ന്യായവാദത്തിന് അർഹമല്ല. അതുകൊണ്ട് തന്നെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുവാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കുവാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണെന്നൊരു ചോദ്യമുണ്ട്. ഉത്തരം സുപ്രൂ കമ്മിറ്റി. അപ്പോൾ സുപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചിട്ടാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്. ഇനി നിർദ്ദേശക തത്വങ്ങളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ഉണ്ട്. അതാണ് മൗലിക കടമകൾ. എന്താണ് മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 51A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എന്തില്ല? മൗലിക കടമകൾ ഇല്ല. എന്നാൽ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. 1976 വന്ന 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ എന്തിൽ ഉൾപ്പെടുത്തിയത്? ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇനി ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭാഗം 4A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അനുച്ഛേദം 51A. അപ്പോൾ ഭാഗം ചോദിച്ചാൽ പാർട്ട് 4A. അതുപോലെ തന്നെ അതിൽ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 51A. ഇനി അടുത്തൊരു ചോദ്യം, ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചതെന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സുപ്രൂ കമ്മിറ്റിയാണെന്ന്. അതുപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ പോലെ തന്നെ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഇനി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. ഏത് രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്? റഷ്യയെ, അതായത് USSR. ഏത് രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ റഷ്യയെ അനുകരിച്ചാണ്. ഗതി പ്രകാരം 1976 ഭാഗം 4A അനുച്ഛേദം 51A എന്തുൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പ്രകാരം മൗലിക കടമകൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും പിന്നെ എന്തിനെയാണ്? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഒന്നാമത്തത്. 2, സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. ഇനി ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാവുക. മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈരുദ്ധ്യങ്ങൾക്കതീതമായി എല്ലാവർക്കുമിടയിൽ സാഹോദര്യം വളർത്തുവാൻ ശ്രമിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. ഇനി ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ പിന്തുടരുക. പിന്നെയോ അതുപോലെ തന്നെ അതിനെ ബഹുമാനിക്കുക. ഇനി പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവികളോട് അനുകമ്പ പുലർത്തുക. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക. അക്രമം ഉപേക്ഷിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക.
6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട മൗലിക കടമകളായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് നോക്കിപ്പോണം. ഇതിൽ നിന്നുമൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മൗലിക കടമകളെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇനി അടുത്തത് എന്താണ്? സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാവുക. മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈരുദ്ധ്യങ്ങൾക്കതീതമായി എല്ലാവർക്കുമിടയിൽ സാഹോദര്യം വളർത്തുവാൻ ശ്രമിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. അടുത്തത്, ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവികളോട് അനുകമ്പ പുലർത്തുക. പറഞ്ഞിട്ടില്ലേ 51G പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത്. അടുത്ത് തന്നെ 51H എന്താണ് പറയുന്നത്? ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. അതുപോലെ തന്നെ 51I പറയുന്നത് പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. IJ എന്താണ് പറയുന്നത്? എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ സഹായിക്കുക. 51K പറയുന്നത് ഇതാണ്: 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. അപ്പോൾ 51A എന്താണ് പറയുന്നത്? ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. 51B പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. 51C പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. 51D എന്താണ് പറയുന്നത്? രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാവുക. 51E പറയുന്നത് മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈരുദ്ധ്യങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവർക്കും ഇടയിൽ സാഹോദര്യം വളർത്തുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. 51F എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. 51G പറയുന്നത് ഇതാണ്: പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ ജീവികളോട് അനുകമ്പ പുലർത്തുക. 51H എന്താണ് പറയുന്നത്? ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. 51I പറയുന്നത് പൊതുസ്വത്ത് സംരക്ഷിക്കുക. അതുപോലെ തന്നെ അക്രമം ഉപേക്ഷിക്കുക. അതുപോലെ 51J പറയുന്നത് എന്താണ്? എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ സഹായിക്കുക. അടുത്തത് 51K പറയുന്നത് ഇതാണ്: 6 വയസ്സും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. അപ്പോൾ മൗലിക കടമകളെ നന്നായിട്ട് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടതാണ്. നല്ലൊരു ടോപ്പിക്കാണ്. താങ്ക് യു.